അത് ഏത് ജനപ്രതിനിധികളെതിരായി നിന്നാലും, ഏത് ജനപ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചാലും, എന്ത് തരത്തിലുള്ള വെല്ലുവിളികളുണ്ടെങ്കിലും നഗരസഭ അത് മുന്നോട്ട് പോകുന്നു മാത്രമല്ല, നഗരസഭ വളരെ കൃത്യമായും സമയബന്ധിതമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് MLA ഫണ്ടായാലും ശരി, MP ഫണ്ടാണെങ്കിലും ശരി, അത് ജനങ്ങളുടെ നികുതി പണമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്തരം പ്രവൃത്തികളിൽ എത്ര MLA ഫണ്ട് ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറയട്ടെ. എൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന രീതിയിൽ നിന്ന് ഏത് ജനപ്രതിനിധികളാണെങ്കിലും പിന്തിരിയണം എന്നാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അറിയിക്കാനുള്ളത്. ഇത് സാധാരണക്കാരായ ആളുകളുടെ ചോരയും അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണമൊക്കെ ഇവിടെ എത്തുന്നത്. പട്ടാമ്പി നഗരത്തെ ഈ രീതിയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേവലം ഫ്രണ്ടിൽ കാണുന്ന ആ ഗേറ്റിന് മാത്രമാണ് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നഗരസഭ ഇടപെടേണ്ട സ്ഥലത്ത് കൃത്യമായി ഇടപെടുകയും ഫണ്ട് ചെലവഴിക്കേണ്ട സ്ഥലത്ത് ഫണ്ട് ചെലവഴിക്കുകയും ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലത്ത് ശുചിത്വം കാത്തു സൂക്ഷിക്കുകയും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഞങ്ങളൊക്കെ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം പട്ടാമ്പി MLA പട്ടാമ്പി നഗരസഭാ ഭരണസമിതിക്കെതിരായി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ അറിയിച്ചത്. ഒന്ന്, പട്ടാമ്പി ശ്മശാനവുമായി ബന്ധപ്പെട്ട്, രണ്ട്, പട്ടാമ്പി ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെഡുമായി ബന്ധപ്പെട്ട് രണ്ട് ആരോപണത്തിലും നഗരസഭ പണം ചെലവഴിച്ചില്ല എന്നും MP ഫണ്ട് അനുവദിച്ചു എങ്കിൽ പോലും അതിൻ്റെ ടെൻഡർ നടപടികളോ മറ്റ് അനുബന്ധ കരാറുകളോ ചെയ്തില്ല എന്നാണ് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. 100% അത് സത്യവിരുദ്ധവും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ്. ഞാനതിനെ ഒരു ശുദ്ധ കളവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ അത് വിലയിരുത്തും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ശ്മശാനത്തിൻ്റെ വിഷയത്തിൽ ടെൻഡർ നടപടിക്ക് വേണ്ടി പബ്ലിഷ് ചെയ്ത ഡേറ്റ് 21/4/2026 MP ഫണ്ടിൻ്റെ ടെൻഡർ പബ്ലിഷ് ചെയ്തത്. ടെൻഡർ ഓപ്പൺ ചെയ്ത ഡേറ്റ് 5/5/2026. പ്രസ്തുത പ്രവൃത്തി 29/5/2026 കരാർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചതിൻ്റെ കോപ്പിയാണ് പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഓരോ കോപ്പി നൽകാനും നഗരസഭ തയ്യാറാണ്. രണ്ടാമതായി അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ചെയറുകൾ ഒരു മോശമായ രീതിയിലാണ്, അല്ലെങ്കിൽ പൊട്ടിക്കിടക്കുന്ന ചെയറുകളാണ്. കുറേ ചെയറുകൾ മാറ്റിയിട്ടുണ്ട്. നഗരസഭ അവിടെ വാടക വാങ്ങുന്നുണ്ട്. നഗരസഭ അവിടെ പരസ്യത്തിന് പണം വാങ്ങുന്നുണ്ട്. ഇത്രയും വാങ്ങിയ ശേഷവും നഗരസഭ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഞാനും ഭരണസമിതി അംഗങ്ങളും അവിടെ സന്ദർശിച്ചതാണ്. ഞങ്ങളത് നേരിൽ കണ്ടതാണ്. ഒരു നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി നഗരത്തിൽ ചെന്ന് കുറച്ച് കസേരകൾ വാങ്ങി അവിടെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ബില്ല് കൊടുക്കാൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചാൽ നൽകുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഒന്ന്, ഭരണസമിതി യോഗത്തിൽ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്ത ശേഷം അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തണം. അതിനുശേഷം ടെൻഡർ നടപടി പൂർത്തീകരിക്കണം. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ ഭരണസമിതി അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ സീറ്റ് ഫിറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക്, അത് ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളും ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ നഗരസഭയ്ക്ക് ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. 11/6/2026 ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ പങ്കെടുത്തതാണ്. ഫയൽ നമ്പർ 371/30/95/2026 പട്ടാമ്പി നഗരസഭാ ബസ് സ്റ്റാൻഡ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾ അഥവാ ഇരുമ്പ് കസേരകൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എന്ന് അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനും
ബസ് കേന്ദ്രത്തിൻ്റെ പുറകുവശം ഇരുമ്പ് നെറ്റ് മാറ്റി ഗാർഡൻ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ട പ്രവൃത്തികൾ എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിനും കസാര വാങ്ങി സ്ഥാപിക്കുന്നതിനും പർച്ചേസ് കമ്മിറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടാണ് അന്ന് ഭരണസമിതി യോഗം തീരുമാനമെടുത്തത്. അന്ന് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഈ പർച്ചേസിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. അടിയന്തരമായിട്ട് വാങ്ങി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നഗരസഭാ ഭരണസമിതിയുമായി എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഓഫീസിലെ AE അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരോട് ബഹുമാനായ MLAക്ക് ഈ നിലവിലെ എന്താണ് ഇതിനാവശ്യമായ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, MP ഫണ്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ പത്രസമ്മേളനം ഒന്നുകൂടി പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണാജനകമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് MLA ഫണ്ടായാലും ശരി, MP ഫണ്ടാണെങ്കിലും ശരി, അത് ജനങ്ങളുടെ നികുതി പണമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ പട്ടാമ്പി നഗരസഭാ പരിധിയിൽ കെട്ടിടങ്ങളുടെ വാടക പിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയാണ്. അതുപോലെ തന്നെ കെട്ടിട നികുതി പിരിക്കുന്നത് നഗരസഭയാണ്. കെട്ടിടത്തിൻ്റെ ലൈസൻസ് ഫീ പിരിക്കുന്നത് പട്ടാമ്പി നഗരസഭയാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, അതുപോലെ മത്സ്യ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത സംഖ്യ നഗരസഭ പിരിക്കാറുണ്ട്. അത് പരിപൂർണമായി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണ്. അപ്പോൾ ആ ജനങ്ങളുടെ നികുതി പണം പിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങളത് ചെലവഴിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ GST പിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ സിനിമ കണ്ടാൽ നമുക്ക് നികുതി കൊടുക്കണം. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ നമുക്ക് നികുതി കൊടുക്കണം. പട്ടാമ്പി ടൗണിലെ നമുക്കറിയാം, പട്ടാമ്പി ടൗണിലെ ഭാരതപ്പുഴ ഏകദേശം 30 കോടിയിലധികം രൂപ മണൽ വാരി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിന്ന് പണം ലഭിച്ചതാണ് അവർക്ക്. അങ്ങനെ എല്ലാ മേഖലകളിലും സാധാരണക്കാരായ ജനങ്ങൾ, ഇപ്പോൾ ഒരു വാഹന നികുതി നമുക്ക് എല്ലാവർക്കും അറിയാം, ടാക്സ് അടക്കുന്നത്, അതിൻ്റെ പണം സർക്കാരിലേക്കാണ് എത്തുന്നത്. അപ്പോൾ പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും ദൈനംദിനം നികുതി പിരിക്കുന്ന സർക്കാരിൻ്റെ ആ നികുതി പണമാണ് ഈ MLA ഫണ്ടായിട്ടും ആസ്തി വികസന ഫണ്ടായിട്ടും ഗവൺമെൻറ്റിൻ്റെ മറ്റ് പല പദ്ധതികളായിട്ട് സാധാരണക്കാരുടെ വികസനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതിലൊരിക്കലും നഗരസഭ ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റാരും ഇതിലേക്ക് ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല. പരിപൂർണമായി എൻ്റേതാണെന്ന് മാത്രമാണ് അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളതിന് ശേഷം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പ്രിയപ്പെട്ട ശ്രീ O ലക്ഷ്മിക്കുട്ടി അവറുകൾ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണായിരുന്ന കാലഘട്ടത്തിൽ ഒരു രൂപ പോലും ഇതിനു വേണ്ടി ചെലവഴിക്കുകയോ മാറ്റി വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അന്നത്തെ വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് നേരിൽ അറിയാവുന്നതാണ്, പല ആവശ്യങ്ങൾക്ക് ഈ പട്ടാമ്പി നഗരസഭ പണം ചെലവഴിക്കാറുണ്ട്. ഓരോ ബജറ്റ് കഴിയുമ്പോഴും ക്രിമിറ്റോറിയത്തിന് ആവശ്യമായ ഒരു നിശ്ചിത ഫണ്ട് വകയിരുത്താറുണ്ട്. ഇനി തുടർന്നങ്ങോട്ടുള്ള പരിപൂർണമായ പരിപാലനം എന്ന് പറയുന്നത് അത് നഗരസഭയുടെ അധീനതയിലും നഗരസഭ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്ന് കണക്കാക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പണം പോലും ഒരിക്കലും ഞാൻ TP ഷാജി എന്ന ഞാനോ അല്ലെങ്കിൽ O ലക്ഷ്മിക്കുട്ടി എന്ന ചെയർപേഴ്സണോ ചെലവഴിക്കുന്നതല്ല. അത് പരിപൂർണമായി നാട്ടിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ പട്ടാമ്പി നഗരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് MLA ഫണ്ട് എത്ര ചെലവഴിച്ചു, അല്ലെങ്കിൽ സർക്കാർ എത്ര ചെലവഴിച്ചു, എന്താണ് നഗരസഭയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, റവന്യൂ ടവർ നിർമ്മിക്കാൻ ആവശ്യമായ 55 സെൻറ്റ് സ്ഥലം പട്ടാമ്പി നഗരസഭ, ഏകദേശം 15 കോടി മൂല്യമുള്ള ഒരു സ്ഥലമാണ് പട്ടാമ്പി നഗരസഭ വിട്ടു നൽകിയിട്ടുള്ളത്. ആ വിട്ടു നൽകിയ ആ കെട്ടിടത്തിൻ്റെ പണി അന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, പ്രവൃത്തി ആരംഭിച്ചു എന്ന് പറഞ്ഞ് യോഗം വിളിച്ചു ചേർത്ത ആളുകളാണ്. അന്ന് നഗരസഭ അത്തരത്തിലുള്ള സ്ഥലം എന്തുകൊണ്ട് നൽകിയെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെൻറ് ആശുപത്രിക്ക് നൽകാമെന്നുള്ള വാക്കാൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നടപടി ഞങ്ങൾ സ്വീകരിച്ചത്. ഇപ്പോൾ ഇതുവരെ അവിടെ പ്രവൃത്തി ആരംഭിക്കാനോ അതല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ വിട്ടു നൽകാനോ അന്ന് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി പുതിയ സർക്കാരിൻ്റെ നടപടി, അവരുടെ നയം എന്താണെന്ന് പരിശോധിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതോടൊപ്പം തന്നെ ഏകദേശം 5 കോടി മൂല്യമുള്ള
പട്ടാമ്പി പഴയ മത്സ്യ മാർക്കറ്റ് അത് ഫയർ സ്റ്റേഷന് വേണ്ടി വിട്ടു നൽകിയത് പട്ടാമ്പി നഗരസഭയാണ്. പട്ടാമ്പി നഗരസഭയുടെ സ്ഥലത്താണ് ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ പഴയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മെക്കനൈസ്ഡ് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം, ആ സ്ഥലം ഏകദേശം 6-7 കോടി രൂപ മൂല്യമുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ആസ്തി വ്യത്യസ്തങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിലേക്ക് നൽകിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തികമായിട്ടൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു ഏറ്റവും ഞങ്ങളുടെ കീഴിലുള്ളതാണെന്ന് മാത്രം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമികളാണ്. അവരുടെ പുരോഗമനത്തിന്, അവരുടെ അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്തരം പ്രവൃത്തികളിൽ എത്ര MLA ഫണ്ട് ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഇത്ര MLA ഫണ്ട് ഉപയോഗിച്ചു, അതിൽ റവന്യൂ ടവറിൽ ഇത്ര MLA ഫണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിൽ ഞങ്ങൾ ഇത്ര എമൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ. ഇപ്പോൾ പട്ടാമ്പിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 2 നല്ല മനോഹരമായ 2 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഗ്രൗണ്ടിലും ഏകദേശം ഓരോ ഗ്രൗണ്ടിനും 25 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അത് ഫ്ലഡ് ലൈറ്റ് ആക്കിയത് പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ടിൽ നിന്നാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് പട്ടാമ്പിക്ക് നൽകിയ ഫണ്ടിൽ നിന്നാണ് ആ പദ്ധതികളൊക്കെ ഞങ്ങൾ പൂർത്തീകരിച്ചത്. ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് ഈ ലൈറ്റ് സ്ഥാപിച്ചത് പട്ടാമ്പി നഗരസഭയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല. അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഓരോ ഗ്രൗണ്ടിൻ്റെ മുൻവശത്ത് ചെന്ന് പരിശോധിച്ചാൽ അറിയാം MLAയുടെ ആസ്തി, അതിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് എത്ര ഉപയോഗിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേവലം ഫ്രണ്ടിൽ കാണുന്ന ആ ഗേറ്റിന് മാത്രമാണ് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം അവിടെ എമൗണ്ട് എഴുതാതെ ഒരു സ്ഥലത്ത് MLAയുടെ SDF ഫണ്ട്, ഒരു സ്ഥലത്ത് MLAയുടെ ADF ഫണ്ട് എന്ന് 2 ഗ്രൗണ്ടിൽ മാറി മാറി എഴുതിയത് ഏത് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അവിടെ ചെന്നാൽ അറിയാവുന്നതാണ്. അപ്പം നഗരസഭ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ, നഗരസഭ വെക്കുന്ന ഫണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്, അത് പരിപൂർണമായി MLA ഫണ്ടാണ്. ഇനിയിപ്പോൾ MLA ഫണ്ടാവട്ടെ, MLA ഫണ്ട് എവിടുന്നാണ് വരുന്നത്? MLA ഫണ്ട് വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് MLAക്കും MP-ക്കും പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, അതല്ലെങ്കിൽ ഓരോ ഏരിയ, ഓരോ പ്രദേശങ്ങൾ വികസിപ്പിക്കുക, ഇങ്ങനെ 2 തരത്തിലുള്ള ഫണ്ടാണ് അവർക്ക് നൽകുന്നത്. ഈ 2 തരത്തിൽ നൽകുന്ന ഫണ്ടും പരിപൂർണമായി ഓരോ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് അവകാശപ്പെട്ട പണം ഇത് പ്രത്യേകമായി ഇത് എൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്ന രീതിയിൽ നിന്ന് ഏത് ജനപ്രതിനിധികളാണെങ്കിലും പിന്തിരിയണം എന്നാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അറിയിക്കാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശ്മശാനം ഞങ്ങൾ സന്ദർശിച്ചു. അതിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞതാണ്. അതിൽ MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട് എന്ന് ജനങ്ങളെ ഞങ്ങൾ അറിയിച്ചതാണ്. മാത്രമല്ല അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലം വിട്ടു നൽകിയ ആളുകൾ അവരുടെ പേര് പോലും ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പിന്നെ പഴയൊരു കെട്ടിടം നഗരസഭ പണം ചെലവഴിച്ചില്ല എന്ന് ആരോപിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പഴയ കെട്ടിടമുണ്ടെന്ന് പറഞ്ഞു. പഴയ കെട്ടിടം മാത്രമല്ല, അവിടെ പഴയൊരു ഫർണസും ഉണ്ട്. ആ ഫർണസാണ് അവിടെ പൊളിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടത്. നിങ്ങളെല്ലാം പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിലാണ് അത്തരം പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടർച്ചയാണ് പട്ടാമ്പി നഗരസഭ. അപ്പോൾ പഞ്ചായത്ത് അന്ന് ചെലവഴിച്ചതും ഇന്ന് നഗരസഭ ഇരിക്കുന്നതും ഒരേ തലത്തിലാണ്. അത് ഈ നഗരസഭയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ളതാണ്. ഈ അധികാര പരിധിയിലുള്ളത് നഗരസഭയുടേത് മാത്രം ഒരിക്കലും ഞാൻ പറയാൻ തയ്യാറല്ല. അതാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ഇത് സാധാരണക്കാരായ ആളുകളുടെ ചോരയും അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണമൊക്കെ ഇവിടെ എത്തുന്നത്. ആ പണം എടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികളൊക്കെ നടത്തി നഗരസഭ മുന്നോട്ട് പോകുന്നത്. അപ്പം നഗരസഭയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പട്ടാമ്പി നഗരത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഡ്രെയിനേജ് പ്രവൃത്തി, റോഡിൻ്റെ പ്രവൃത്തി, വർഷങ്ങളോളമുള്ള കാത്തിരിപ്പാണ് പട്ടാമ്പി നഗരത്തിൽ. അതേ കരാറുകാർക്ക് പാലത്തിൻ്റെ കരാർ നൽകി, അതേ കരാറുകാരന്
പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലേക്കുള്ള റോഡിൻ്റെ കരാർ നൽകി. അതേ കരാറുകാരന് ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിക്കുന്ന മേഖലയിലേക്ക് അതേ കരാറുകാരന് പ്രവൃത്തി നൽകി. അങ്ങനെ ഒരേ കരാറുകാരൻ 6-7 ആളുകളുണ്ട് ഈ കരാറിൻ്റെ എൻജിനീയർമാരായിട്ടും അതുപോലെ തന്നെ കരാറുകാരുടെ പിന്നെ അസിസ്റ്റൻറ്റുമാരായിട്ടും ഇവിടെ ഉണ്ട്. പക്ഷേ 2-3-4 ആളുകൾ മാത്രം പണിയെടുത്തുകൊണ്ട് പട്ടാമ്പി നഗരത്തെ ഈ രീതിയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പട്ടാമ്പി നഗരസഭ ഒരു ശുചിത്വ നഗരമാക്കിയിട്ടാണ്, ഒരു മാലിന്യമുക്ത നഗരമാക്കി. കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്ക് എത്തിയത്. നിരവധി വർഷങ്ങളായി, കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിലും ഇത്തവണ പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഈ ഉദ്യോഗസ്ഥരുടെ അശാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പട്ടാമ്പി നഗരത്തിൽ പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം പിന്നെ ഈ ചാലിലേക്ക് ഒഴുക്കുന്നത് അല്ലെങ്കിൽ ഡ്രെയിനേജിലേക്ക് ഒഴുക്കുന്നത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. പല ഇതര സംസ്ഥാന ക്യാമ്പുകളും പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലുള്ള മലിനമായ ജലവും നഗരത്തിൻ്റെ ശുദ്ധജല വിതരണ അല്ലെങ്കിൽ ശുദ്ധജലം മഴവെള്ളം കടന്നു പോകുന്നതിന് ആവശ്യമായ ഡ്രെയിനേജ് നിർമ്മിച്ച് അതിലേക്ക് മലം കലർന്ന വെള്ളം ഒഴുക്കി വിടുന്നതിന് ചില ഹോട്ടലുകാർക്ക് റെക്കമെൻഡ് ചെയ്ത് വന്ന ജനപ്രതിനിധികളും ഞാനും നിങ്ങളും കണ്ടതാണ്. അപ്പം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ആസ്തി വളരെ കൃത്യമായി സൂക്ഷിക്കുകയും നഗരസഭ ഇടപെടേണ്ട സ്ഥലത്ത് കൃത്യമായി ഇടപെടുകയും ഫണ്ട് ചെലവഴിക്കേണ്ട സ്ഥലത്ത് ഫണ്ട് ചെലവഴിക്കുകയും ശുചിത്വം കാത്തു സൂക്ഷിക്കേണ്ട സ്ഥലത്ത് ശുചിത്വം കാത്തു സൂക്ഷിക്കുകയും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഞങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഒട്ടേറെ പദ്ധതികൾ ഇവിടെ ആരംഭിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2020 ഫണ്ട് അനുവദിച്ച് തറക്കല്ലിട്ട പ്രവൃത്തിയാണ് പട്ടാമ്പി ഗവൺമെൻറ് ആശുപത്രിയിൽ. അന്ന് റെയിൽവേയുടെ പെർമിഷൻ ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്കകം അതിൻ്റെ അംഗീകാരം വാങ്ങിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷനുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു പിന്നെന്താ പറയുക ഒരു പുറകിലാണ് ഈ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം എല്ലാ മന്ത്രിമാരെയും കണ്ട് പട്ടാമ്പി നഗരവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ലഭിച്ചു കഴിയുന്നതോടുകൂടി തന്നെ പുതിയ കുറച്ച് പ്രൊജക്റ്റുകൾ കൂടി ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി സമർപ്പിക്കുന്നുണ്ട്. അത്തരം പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ പട്ടാമ്പി നഗരത്തിൽ വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് ഏത് ജനപ്രതിനിധികൾ എതിരായി നിന്നാലും ഏത് ജനപ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചാലും എന്ത് തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിലും നഗരസഭ അത് മുന്നോട്ട് പോകുന്നു മാത്രമല്ല നഗരസഭ വളരെ കൃത്യമായും സമയബന്ധിതമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. സ്മാർട്ടായിട്ടൊരു കുടുംബിനി വീട്ടിലുണ്ടെങ്കിൽ അവളുടെ ചോയ്സ് എന്തും കുടുംബിനിയായിരിക്കും. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.